വേറെ ഒന്നും പറയേണ്ട, ഇത് പറഞ്ഞോളാനാണ് പറഞ്ഞത്, അത് പറഞ്ഞു. എന്തായാലും സന്തോഷം. താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. പ്രിൻസിപ്പാൾ ഒറ്റ വരല്ല, പുള്ളിയുടെ ശരീരം ഇങ്ങനെ വിറച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അതെ പുസ്തകം പ്രകാശനം ചെയ്യുക, അല്ലാണ്ട് സംസാരിക്കാനൊന്നും പറ്റില്ല, പുസ്തകം പ്രകാശനം ചെയ്യുക, പുസ്തകത്തിൽ 2 വാക്ക് അതിൻ്റെ കൂടെ ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബിബിൻ തകർന്നു പോയി. എന്നിട്ട് അപ്പോഴത്തേക്കും പിള്ളേർ അവിടെ സമരം തുടങ്ങി. പിള്ളേർ മൊത്തം കോളേജ് മൊത്തം ഇളകി സമരമായിരുന്നു ഫുൾ ഡേ. ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരഞ്ജുളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നടനും കഥാകൃത്തുമൊക്കെ ബിബിൻ ജോർജിനെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഒന്നുമല്ലെങ്കിലും ആ ബിബിൻ ജോർജിന്റെ ചിരി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണല്ലേ. എന്ത് മനോഹരമായ ചിരിയാണ്. നമ്മൾ പറയുന്നത് ഈ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയിട്ടുള്ളൊരു ചിരിയാണ്. നല്ല ഓമനത്തമുള്ള മുഖം, നല്ല ഓമനത്തുള്ള ചിരി. പലപ്പോഴും നമ്മളിങ്ങനെ മൂഡ് ഓഫ് ആവുന്ന സമയത്ത്, ടെൻഷനൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് കാണാൻ ഇഷ്ടപ്പെടുന്ന തമാശ ഈ ബിബിൻ ജോർജിന്റെ രംഗങ്ങളുള്ള സീനുകൾ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള സിനിമകൾ, അമറക്ബർ അന്തോണിയോ അല്ലെങ്കിൽ കട്ടപ്പനയിലെ ഋതിക് റോഷൻ. ബിബിൻ ജോർജ് കൂടെ കഥാകൃത്തായിട്ടുള്ള സിനിമയാണ് ഇത് രണ്ടും. അങ്ങനെയുള്ള ബിബിൻ ജോർജിന് 2 ദിവസം മുന്നേ കോളേജിലെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു അപമാനം നേരിട്ടു. ആ സംഭവമാണ് റിയാക്ഷൻ എടുത്തിട്ടുള്ളത്. സംഭവം ഇങ്ങനെയാണ്: MVSKVM വളാഞ്ചേരി കോളേജിൽ ഒരു മാഗസിൻ പ്രകാശനത്തിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. ഗുമസ്തൻ എന്ന സിനിമയുടെ പ്രചരണം കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. വരുന്ന വഴിക്ക് തന്നെ നല്ല സ്വീകരണമൊക്കെയാണ് അവർക്ക് ലഭിച്ചത്. ഗുമസ്തൻ എന്ന സിനിമയുടെ പോസ്റ്ററുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി തന്നെയാണ് വന്നത്, എല്ലാവർക്കും അറിയാം. കോളേജിലെ വിദ്യാർത്ഥികൾക്കും അറിയാം, അധ്യാപകർക്കും അറിയാം. ഈ സംഭവം 3ാം നിലയിൽ വെച്ചോ 4ാം നിലയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ബിബിൻ്റെ കാലിൻ്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണല്ലോ. പക്ഷെ അതൊക്കെ വെച്ചിട്ടായാലും ആ മനുഷ്യൻ സ്റ്റെപ്പൊക്കെ കയറി ഈ മുകളിലെ സ്റ്റേജിലെത്തി. ഈ പരിപാടിക്ക് അവിടെയും അധ്യാപകരും സംഘാടകരും വിദ്യാർത്ഥികളൊക്കെ വളരെ ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹമാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. അദ്ദേഹം മൈക്കെടുത്തിട്ട് ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നറിയാമോ എന്ന് ചോദിച്ചതും കുട്ടികളൊക്കെ ആവേശത്തിൽ ഗുമസ്തൻ എന്ന് ഉച്ചത്തിൽ അദ്ദേഹത്തോട് റെസ്പോണ്ട് ചെയ്തു. സംഭവം അവിടെ ഇരുന്ന ഒരു പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല. വേറെ ആരുമല്ല, അവിടെ ഇരുന്ന പ്രിൻസിപ്പൽ. പുള്ളിക്കാരൻ്റെ ഉള്ളിക്കിടന്ന അമ്മാവൻ സിൻഡ്രോം അങ്ങടെ ഇളകി. ഉള്ളിക്കിടക്കുന്ന കേശവമാമൻ സടകുടഞ്ഞെഴുന്നേറ്റു. ഈ ഗുമസ്തൻ സിനിമയിലെ നായകനായിട്ടുള്ള ജെയ്സ് ജോസിന്റെ വാക്കുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളിങ്ങനെ വിറ കൊണ്ടിട്ടാണ് കയറി വന്നത്. ഈ സിൻഡ്രങ്ങടെ ഒരു തലക്കടിച്ചാണെന്ന് തോന്നുന്നു അമ്മാവൻ സിൻഡ്രം. പുള്ളി വന്നിട്ട് ഈ പരിപാടി ഇവിടെ നടക്കില്ല, അയാളോട് വളരെ രൂക്ഷമായിട്ടാണ് ബിബിൻ ജോർജിൻ്റെ അടുത്ത് പെരുമാറിയത്. ഈ മാഗസിൻ പ്രകാശനം വന്നതെങ്കിൽ അത് ചെയ്താൽ വേറൊന്നും ചെയ്യണ്ട, പോയിക്കൊള്ളാൻ പറഞ്ഞു. കേട്ട ആരായാലും വിഷമം തോന്നുന്നൊരു കാര്യമല്ലേ, ആർക്കായാലും അപമാനം തോന്നുന്നൊരു കാര്യമാണ്. ഇപ്പം സംഭവം അത് അദ്ദേഹത്തിന് വളരെ കൊണ്ടുവെങ്കിലും അദ്ദേഹം വലിയ പ്രതിഷേധത്തിൽ നിന്നില്ല. കുറെ കൂടെ പക്വമായിട്ട് ഇടപെട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. വേറെ ഒന്നും പറയേണ്ട, ഇത് പറഞ്ഞോളാനാണ് പറഞ്ഞത്, അത് പറഞ്ഞു. എന്തായാലും സന്തോഷം. താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വിഷമം ഉണ്ടല്ലോ. ആദ്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായെന്ന് വളരെ പോസിറ്റീവ് അനുഭവം തന്നെ ഉണ്ടായത്. എഴുന്നേറ്റ് വന്നിട്ട് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞതിന് തുല്യമായപ്പോൾ ഈ പരിപാടി നിർത്തിക്കോ, ചെയ്തിട്ട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞത്. അദ്ദേഹം അപമാനിതനായി ഇറങ്ങിപ്പോയി. പക്ഷേ കോളേജിലെ പിള്ളേർ നല്ല പൊളി പിള്ളേരായിരുന്നു. അവർ ബഹളം വെച്ചു. ആദ്യം തന്നെ ഇയാൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത്, വിപിൻ ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഈ കോളേജിലെ കുട്ടികൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ വന്നു. അദ്ദേഹം വണ്ടി കയറിയപ്പോൾ പോകരുതെന്ന് പറഞ്ഞ് എല്ലാവരും കോളേജിന്റെ ബാൽക്കണിയിൽ വന്നു നിന്ന്. കുറെ കുട്ടികൾ താഴത്തേക്ക് വന്നു. ഇവർ വന്ന വാനിന്റെ അടുത്തേക്ക് കുട്ടികൾ ഓടി വന്നു, തിരിച്ചു വരണം, പോകരുതെന്ന് പറഞ്ഞ് അവർ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ എനിക്ക് തിരിച്ചു കയറാൻ വയ്യ. ആ പാവപ്പെട്ട വിപിൻ ഈ കാലും വെച്ച് നടന്ന് മേളിൽ കയറിയത്. അതെങ്കിലും ഈ അമ്മാവന് ഓർക്കണ്ടേ? ഒന്നുമില്ലല്ലോ, അദ്ദേഹം ഒരു പ്രിൻസിപ്പളല്ലേ ഒരു സ്ഥാപനത്തിന്റെ, കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലെ വ്യക്തിയല്ലേ. വിപിൻ കൂടി കഥാകൃത്തായ ഒരു സിനിമയിലെ ഡയലോഗ് കടമെടുക്കുകയാണ്. കട്ടപ്പനയിലെ ഋതിക് റോഷനിലെ ഔചിത്യം എന്ന് പറയുന്നൊരു സാധനം അതില്ലാതെ പോയി. എനിക്ക് തോന്നുന്നു ഈയിടെയായിട്ട് ഈ പ്രിൻസിപ്പൾമാർക്കൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. സെന്റ് പീറ്റേഴ്സ് കോളേജിലൊരു ഇതേമാതിരി അവസ്ഥ ഉണ്ടായിരുന്നില്ല. ജാസി ഗിഫ്റ്റ് അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടി പ്രിൻസിപ്പൾ കയറി വന്ന് മൈക്ക് മേടിച്ചു വെച്ചിട്ട് ഇവിടെ ജാസി ഗിഫ്റ്റ് മാത്രം പാടുമെന്ന് പറഞ്ഞാണ് ഈ പരിപാടിക്ക് സംബന്ധിച്ചെന്ന രീതിയിൽ ഒരു ഷോ ഓഫ്. ശരി, ഇനി അതിപ്പോൾ അങ്ങനെ ശരി അവരോട് പറഞ്ഞ രീതിയിലല്ല പരിപാടി അവതരിപ്പിച്ചെങ്കിൽ
നേരത്തെ പറഞ്ഞാൽ ഔചിത്യബോധമുള്ള ആളെങ്കിൽ എന്താ ചെയ്യുക, ആ പാട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് പാട്ട് തീർന്നു കഴിയുമ്പോൾ ജാസി ഗിഫ്റ്റിങ്ങോട് വിളിച്ചിരുത്തി സംസാരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരോട് പോയി സംസാരിക്കാം, അല്ലെങ്കിൽ പോട്ടെ മൈക്ക് എടുത്തോന്ന് ഇത് സംസാരിച്ചിട്ട്. പക്ഷെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ നാം മൈക്കും തട്ടിപ്പറിച്ചെടുത്തിട്ട് ഷോ ഓഫ് ഇറക്കേണ്ട വല്ല കാര്യമുണ്ടോ? പണ്ടൊക്കെ ആൾക്കാർ പറയും അധ്യാപകരെ കണ്ടാണ് കുട്ടികൾ പഠിക്കേണ്ടതെന്ന് പറയാം, അല്ലെങ്കിൽ പഴയ തലമുറയെ കണ്ട് കുട്ടികൾ പഠിക്കണമെന്ന് പറയും. ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ. ഇങ്ങനെയുള്ള അധ്യാപകരെ കണ്ടൊന്നും കുട്ടികൾ പഠിക്കരുത് കേട്ടോ. വിവരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് അപ്പുറം നിൽക്കുന്നൊരു കാര്യമാണ്. അതിന് മറ്റൊരു വാക്ക് എന്താ പറയാൻ കഴിയുക? വകതിരിവ്. വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഈ വകതിരിവ് ഉണ്ടാവണമെന്നില്ല. വകതിരിവാണ് ഈ 2 പ്രിൻസിപ്പൽമാർക്ക് ഇല്ലാതെ പോയത്. അവിടെ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാൻ പാടില്ലേ ഇതൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് വരുന്നത്. അതിൻ്റെ ആ ഓളം ഉണ്ടാവും, ആവേശം ഉണ്ടാവും. ഇയാളെങ്ങാനും വിചാരിച്ചു ഈ ആൾക്കാർ ഗുമസ്തൻ എന്ന് വിളിച്ചപ്പോൾ ഇനി എങ്ങാനും ബിബിൻ ജോർജിനെ അവിടുത്തെ പിടിച്ച് പ്രിൻസിപ്പളാക്കുമെന്ന് വിചാരിച്ചു. ഇയാളുടെ സ്ഥാനം എങ്ങനെ തെറിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ചാടി എഴുന്നേറ്റത്? മനസ്സിലാകുന്നില്ല ഇവരുടെയൊക്കെ ഒരു ലെവൽ ഓഫ് തോട്ട്സ് എന്താണെന്നുള്ളത്. ഒരു സുപ്രഭാതത്തിലങ്ങോട്ട് വന്നിട്ട് പ്രിൻസിപ്പളായതല്ലല്ലോ, കുട്ടികളൊപ്പം പഠിച്ചും കളിച്ചൊക്കെ വളർന്നിട്ടാണ് പ്രിൻസിപ്പളാകുന്നത്. അപ്പോൾ അവരുടെ പൾസൊക്കെ അറിയാൻ ശ്രമിക്കുന്നത് കുറേയൊക്കെ നല്ലതാണ്. ഈ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ അമലാപ്പോൾ വന്നപ്പോൾ, അത് പക്ഷേ കോളേജിലെ പിള്ളേർക്കൊന്നുമില്ല കേട്ടോ, അവിടെ നല്ല വൈബ് പിള്ളേർ, അവിടെയുള്ള എനിക്ക് തോന്നുന്ന ഫ്രണ്ട് റൂമിൽ അച്ഛന്മാരൊക്കെ നല്ല വൈബുള്ള അച്ഛന്മാരായിരുന്നു. അവരാരും കയറ്റി അലമ്പ് ഡയലോഗൊന്നും പറഞ്ഞില്ല. ആ സമയത്താണ് ഈ ആസിഫ് അലിക്കെതിരെ ഇതേമാതിരി ഒരു സംഗീത സംവിധായകൻ അദ്ദേഹം വേദിയിൽ വെച്ച് അപമാനിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ആസിഫ് അലി അതിനുശേഷം പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ വെച്ച് അമലാപ്പോൾ ആസിഫ് അലിയെ ചേർത്ത് പിടിക്കുന്നു, കുട്ടികൾ വി ആർ വിത്ത് യു എന്ന് പറയുന്നു. എന്ത് വൈബായിരുന്നു ആ പരിപാടി? അവിടെ ആരും പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ പരിപാടി മുഴുവൻ ഈ വീഡിയോ കണ്ടവർക്കായിരുന്നു. അമലാപ്പോളിൻ്റെ ഉടുപ്പിൻ്റെ അളവെടുക്കലായിരുന്നു അവരുടെ പ്രശ്നം. എന്താ ചെയ്യുക? എങ്കിലും ബിബിൻ അത് മറ്റൊരു പരിപാടിയിൽ വെച്ച്, ഗുമസ്തൻ്റെ തന്നെ പ്രൊമോഷന് വേണ്ടി നടന്ന പരിപാടിയിൽ വെച്ച് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ പക്വമായൊരു മറുപടിയാണ് അവിടെയും പറഞ്ഞത്. അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. എപ്പോഴും ഇവിടെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് എന്താണ്? എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരും, നമ്മളത് അതിനെപ്പറ്റി പറയും. കുറെ ആളുകൾ ആ പുള്ളിയുടെ വീട്ടുകാരടക്കം തെറി പറയും, കുറെ ഇത് പറയും. പിന്നെ അതിന്റെ പുറകിൽ വേറെ 2 അഭിപ്രായങ്ങൾ വരും. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ ഗുമസ്തന് അതിന് വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ്. പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് ഇങ്ങനെ ആക്കേണ്ടത് തന്നെ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല. അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങളത് കുട്ടികളെ അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. സത്യം വേദനിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. സാറെ കണ്ടുപിടിക്കുന്നേ, കണ്ടുപിടിക്കുക. എനിക്ക് ഇയാളോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ. അത് മറ്റൊരു രീതിയിലാണ്. ഈ പല ആളുകളും അവർക്ക് ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ ആ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യത്തെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യം വന്നാലും എൻ്റെ കാര്യം ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ട ആളായിരുന്നു, അയ്യോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എനിക്കത് ചെയ്യായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെയാണല്ലോ എൻ്റെ അവസ്ഥ, എനിക്ക് ഈ വിധിയാണല്ലോ വന്നതെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെയുള്ള നാട്ടിലാണ് നല്ല വെട്ടിപ്പായിട്ട് സിനിമയിലേക്ക് വന്നൊരു പ്രിന്റ് ഉണ്ടാക്കി വെച്ചത് വിപിൻ. ഈ മനുഷ്യനൊക്കെ എങ്ങനെയാണ് ബഹുമാനികരിക്കാൻ പറ്റുന്നത്? എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ നേരത്തെ പറഞ്ഞ ചിരി, എന്താ രസ ചിരി കാണാനായി. ആ മുഖത്തൊക്കെ ഇങ്ങനെ പറയാൻ തോന്നി പ്രിൻസിപ്പൽ സാർ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന്. അദ്ദേഹം പറയുന്ന അവർ ചിലപ്പോൾ തിരുത്തൊന്നുമില്ല, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, തിരുത്തിയാൽ നല്ലത്. പിന്നെ ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രവണതകൾ വിമർശിക്കണം. വീട്ടുകാരെ ഒന്നും പറയേണ്ട കാര്യമില്ല. വീട്ടുകാരെ തെറി വിളിക്കുന്നത് അല്ലെങ്കിൽ ഇയാളെ തെറി വിളിക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു താല്പര്യമില്ല. പക്ഷേ വിമർശിക്കണം, ഇത്തരം കാര്യങ്ങൾ വിമർശിക്കപ്പെടേണ്ടതാണ്. ആൾക്കാർ തിരുത്തണം. ഇത്തരം പ്രവണതകൾ തിരുത്തേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതാണ്. വിമർശിക്കുകയും ചെയ്യണം ആ കാര്യം. അതിൽ നിന്നും ആരും പിന്നോട്ട് പോകാൻ പാടില്ല. ഞാൻ ഈ സംഭവം കാണുന്നത് തുടരെ റിയാക്ഷൻ വീഡിയോസ് ഫീഡിൽ കണ്ടപ്പോഴാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ് അറിയുന്നത്. ഒരുപാട് പേരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. റിയാക്ട് ചെയ്യേണ്ട വിഷയമാണത്. അങ്ങനെയൊന്നും ഒരു പ്രിൻസിപ്പളും ചെയ്യാൻ പാടില്ല. അത് സെൻറ്റ് പീറ്റേഴ്സിലെ പ്രിൻസിപ്പളായാലും ശരി, ഈ MESലെ പ്രിൻസിപ്പളായാലും ശരി, തിരുത്തേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്കതിനകത്ത് വളരെ റെസ്പെക്റ്റ് തോന്നിയ മറ്റൊരു കാര്യം കേട്ടോ. അവർക്ക് വേണമെങ്കിൽ ഈ വിഷയം കൂടെ പൊലിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ, അത് നടന്നപ്പോൾ തന്നെ പൊലിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു റീച്ചായാലും അത് അവർ ചെയ്തില്ല. ഈ ചില ഊള മാധ്യമപ്രവർത്തകരെ വെച്ചിട്ട് പലരും ഇതേമാരെ സീൻ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് അത് ട്രെൻഡിങ് ആക്കി വിവാദമാക്കി സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ചില ഊള മാധ്യമപ്രവർത്തകരുണ്ട്. അവരൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കും സിനിമയെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് ഒരവസരം വന്നാൽ ആ സംഭവം അപ്പോൾ തന്നെ ആ സംഭവം അങ്ങനെ ഒരു എയറിലേക്ക് വിട്ടിരുന്നെങ്കിൽ ആ സിനിമയ്ക്ക് റീച്ച് കിട്ടിയിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അതിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് ടീമിന് ഒരു ബിഗ് സല്യൂട്ട്.
ഇത്ര ചീപ്പ് പബ്ലിസിറ്റിക്ക് പോകാതിരുന്നുകൊണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അത് അഭിപ്രായമായി രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി ബിബിൻ ജോർജിന് ഒരു ബിഗ് സല്യൂട്ട്. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.